എന്റെ ദൈവം എന്തോ നീ കാണിച്ചത്? ഇപ്പൊ വിവരമാണ് തന്നെ. നല്ല വണ്ടി ആയതുകൊണ്ട് പിടുത്തം കിട്ടി. കണ്ണ് കണ്ടോ? ഞാൻ ചാടിയൊന്നുമല്ല, ഈ ചണ്ടാളം പറഞ്ഞ കൂടെ എന്നെ പിടിച്ച് നല്ലതാണ്. സാറ് മുതലാളിയെ കാണാൻ വന്നാണ് ആണെങ്കിൽ ഞാൻ കൂടെ കയറിക്കോട്ടെ. എന്തിന് സാർ, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ മുതലാളിയെ കാണാൻ വന്നിരിക്കുകയാണ്. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് എനിക്ക് മുതലാളിയെ കണ്ടേ പറ്റൂ. കണ്ടാ മതിയോ? ഓ, എന്നാ കണ്ടോ. മുതലാളി കാർ എടുക്കണോ? മുതലാളി ഞാൻ കഴിഞ്ഞ 4 മുതലാളി കാര്യം പറഞ്ഞു ഞാൻ പോകണം. എല്ലാം പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ. കേൾക്കാത്ത നിങ്ങൾ പൊട്ടലായതുകൊണ്ട് ഷർട്ട് ചെയ്തോടെ മാത്രം ആരാടോ അത്? വരാമടാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്നെ ഒന്ന് കണ്ട മുതലാളി വരാൻ പറയുമെന്ന്. അതിന് ഉമ്മരെ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? 4 ദിവസമായി മുതലാളി ഈ കാലമാടന്മാരായിട്ട് ഒന്നും തള്ളും തുടങ്ങിയിട്ട്. താൻ ഏതാ? എന്നെ മനസ്സിലായില്ലേ? വയലിൻ ഗോപാലകൃഷ്ണന്റെ മകൻ വേണു, കമ്പനിയിലെ പാക്കിംഗ് സെക്ഷനിലെ വേണുഗോപാൽജി. മുതലാളിയല്ലേ എനിക്ക് ജോലി എന്ന്. മുതലാളി വരുമ്പോഴൊക്കെ ഞാൻ തൊഴും. മുതലാളി എന്നെ തിരിച്ചും തൊഴാറുണ്ട്. മറന്നുപോയാ? തനിക്ക് എന്താ വേണ്ടത്? മുതലാളി 4 ദിവസമായിട്ട് ഞാൻ സസ്പെൻഷനിലാണ്. ഫാക്ടറിക്കാരനൊക്കെ ഫാക്ടറിയില്, അതൊക്കെ ഫോർമാനും ജിഎമ്മായിട്ട് സംസാരിച്ച് തീർക്കും. ഫോർമാനുമായിട്ട് സംസാരിച്ച് തീർത്തപ്പോഴാണ് ഞാൻ സസ്പെൻഷനിലായത്. അതെ, ഈ വയലിൻ എന്തിനാ തോളിട്ടോ നടക്കുന്നേ? വായിക്കൂ. ഇല്ല, ചുമ്മാ ഒരു ജാടക്ക് ഇങ്ങനെ തൂക്കിയിട്ടോ നടക്കണം. എന്റെ മോളെ വയലിൻ വായിച്ചാണ് ഞാൻ ഈ ഗതിയായത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. അങ്ങനെ എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ആനന്ദകരമാക്കിയപ്പോ ഞാൻ സസ്പെൻഷനിലുമായി. എന്റെ വയലിന്റെ കമ്പികളൊക്കെ പൊട്ടിച്ചളഞ്ഞു മുതലാളി. ഈ വയലിൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അച്ഛൻ വയലിൻ ഗോപാലകൃഷ്ണനാണ്. എന്റെ മുത്തച്ഛൻ കേദാരം കുട്ടപ്പൻ നായരാണ്. അങ്ങനെ പോയാൽ സാക്ഷാൽ മുത്തുസ്വാമി ദീക്ഷിതർ വരെ ഈ വയലിലാണ്. അങ്ങനെയുള്ള ഈ വയലിലാണ് ആ ക്ലാപ്പൻ ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്ത്. എന്ത് ഫോർമാൻ? ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു എന്ന് പറയായിരുന്നു. എന്തിന്? അവനെ കൃമിയുടെ അസുഖം കൊടുത്തടി, നല്ല സ്റ്റൈലടി. അതിനെ എന്നെ സസ്പെൻഡ് ചെയ്ത്. എല്ലാ സത്യങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മുതലാളി ഇത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ അവന്റെ പേര് നടപടി എടുക്കണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, താൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാ. ഈ വയലിൽ നിന്ന് വായിച്ചേ. എന്തോന്ന് എടുത്തിട്ട് വായിക്കാൻ? ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? കമ്പി ഇല്ലാതെ ഇതിലിട്ട് ഒരച്ച ശബ്ദം വരൂല. ഓ, കമ്പിയും വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. മോള് പറയുന്ന പോലൊക്കെ ഞാൻ വായിച്ചുതരാം. ഡാഡിയോടെ എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യൂ. ഞാൻ പോട്ടെ. കമ്പി മാറ്റിയിട്ട് നാളെ വരാം. ഇത് ഡാഡിയുടെ കൊടുക്കണേ. ഈ പാച്ചുവിനടുത്തും ഗോവാലിനടുത്തും എന്നെ ഒന്ന് കയറ്റി വിടാൻ പറയണം. ഞാൻ കേട്ടല്ലോ. നാളെ ഞാൻ വരുമ്പോ എന്നെ വിട്ടിട്ട് ഒതുക്കാൻ ശ്രമിക്കരുത്. വലിയ സൈസ് ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കും. ചേച്ചി, ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തില്ല ചേച്ചി. ഇതൊരു വല്ലാത്ത അസുഖമാണ്. ലോകത്ത് കിട്ടാവുന്ന എല്ലാ ചികിത്സകളും അവൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞു. എല്ലാം മാറിയെന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ മാറരുത്. ചേട്ടൻ പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ മോക്ക് ഇങ്ങനെ ഒരു രോഗം വരത്തക്ക വണ്ണം ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. ചെയ്ത പാപത്തിന്റെ കണക്ക് നോക്കിയാണ് ദൈവം ഓരോന്നും തരുന്നത്. കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് എന്റെ ചേട്ടൻ അങ്ങ് തിരിച്ചു വിളിച്ചില്ലേ? വിധവയാക്കിയില്ലേ എന്നെ? എന്തു പാവം ചെയ്തിട്ടാ? ഇതൊക്കെ ഫേറ്റാണ്. ഏതായാലും 4-5 കൊല്ലത്തേക്ക് നമ്മുടെ മോക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. എത്രയും അധികം സന്തോഷം അവൾക്ക് കൊടുക്കാമോ അത്രയും സന്തോഷം കൊടുക്കാം. ഇതൊന്നും അവൾ അറിയരുത്. ചേച്ചിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു ഞാൻ. ആശ്വസിപ്പിക്കേണ്ടത് നിന്റെ കടമ, അനുഭവിക്കേണ്ടത് എന്റെ അവളുടെയും വിധി. എപ്പ എത്തിയെന്നോ? ഞാൻ കാലത്ത് പറഞ്ഞിരുന്നില്ലേ വരുമെന്ന്. അപ്പൊ അച്ഛനും മോളും കൂടെ കറങ്ങാൻ പോയി. മോളെയും കാത്ത് അപ്പച്ചി കുന്തങ്ങനെ ഇരിക്കുകയായിരുന്നു. അയ്യോ, കുണ്ടൊന്നുമല്ല, എന്റെ ചക്കരപ്പച്ചിയല്ലോ. മോള് ചുമ്മാ പറഞ്ഞതല്ലോ. The great Freddy uncle has arrived. At everybody's disposal. 3 നേരം ചാപ്പാട്. പിന്നെ കള്ളും. ഇന്നു മുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ പുളുവൻ സദസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ സദസ്സിലേക്ക് ദ ഗ്രേറ്റ് കല്യാണി മേനോനെയും മകൻ രഞ്ജിത്ത് മേനോനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛാ അച്ഛാ, ചമ്മിപ്പിക്കില്ലേ? ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഈ സ്പെഷ്യൽ ദോശ ആർക്കാ മുത്തശ്ശി? ഇത് വേണുവിന്റെ പതിവ് ദോശയാ.
ആഹാ ഞാൻ വിചാരിച്ച് വിൽക്കാനായിരിക്കും. പോടാ. കേട്ടോ ഉണ്ണി, 8-ാം വയസ്സിൽ കീർത്തനം വായിക്കുമായിരുന്നു ഗോപാലകൃഷ്ണൻ. ആ പിന്നെ 12-ാം വയസ്സിലാ ആദ്യത്തെ സഭാ കച്ചേരി. നല്ല എരി അല്ലേ? പഞ്ചാര ഉണ്ടോ മീനു? പഞ്ചാരക്കൊക്കെ ഇപ്പൊ വില കൂടുതലാ. ആ ശരിയാ, കിലോയ്ക്ക് 15 രൂപ കൊടുത്താ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ മേടിക്കുന്നത്. നീ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വേണുവിനും കൂടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നേ. എന്റെ ജോലി തന്നെ ആടി ആടി നിൽക്കുക വേണുവിന്റെ അമ്മ. പിന്നെയാ അതെ വന്നല്ലോ ദീർഘായുസ്. മുതലാളിയെ കണ്ടോടാ? കണ്ടോന്നോ? എന്നെ കണ്ട ഉടനെ കൈ പിടിച്ച് കുലുക്കിട്ടുള്ള ഒറ്റ ചോദ്യമാണ്, എത്ര നാളാണ് കണ്ടിട്ടത്? ജോലിയുടെ കാര്യം എന്താ പറഞ്ഞു? ജോലിയുടെ കാര്യോ? കേട്ടോ ഉണ്ണി, അകത്ത് വിളിച്ചിരുത്തി ഉള്ള ജിലേബി അലുവ ലഡു ഒക്കെ തീറ്റിക്കുമ്പോഴാണോ ജോലിയുടെ കാര്യം? അതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഓർഡർ ഇട്ടിങ്ങോട്ട് അയക്കും. സഹോദരിമാരെ, നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ജോലിയും പ്രൊമോഷനൊക്കെ കിട്ടിക്കോട്ടെ, ഓരോ കേസ് കെട്ടുകളായിട്ട് ഒതുക്കി മാറ്റിത്തരാം. എത്ര ദോശ തിന്നടേ നീ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. എനിക്കൊന്നുമില്ലേ? മുതലാളിയുടെ ലഡു അലുവയും ബോളിയൊക്കെ ചെലുത്തിയതല്ലേ, ഇനി നീ ചെലുത്തണ്ട. എന്നാ നീ ഇന്ന് എന്നെ കാക്കൈ ചെറുകനിലെ വായിച്ചു കേൾപ്പിക്കണം. ഇന്നോ? ഉം. അയ്യോ, കമ്പിയൊക്കെ പൊട്ടിക്കിടക്കാണ് മുത്തശ്ശി, എന്റെയും വയലിന്റെ. എനിക്ക് ആകപ്പാടുള്ള ഒരു ഫാനാണ് മിസ്സസ് കേദാരൻ കുട്ടപ്പൻ നായർ. അറിയാം, ദോശക്കല്ല് കണ്ടുപിടിച്ച അമ്മൂമ്മയല്ലേ? പെൺകുട്ടി നിന്നെ ഇവിടെ കണ്ടുപോലെന്ന് പറയട്ടില്ലേ? പകാതെ പകാതെ പഞ്ചാംഗത്തെ പകാതെ. മിസ്റ്റർ കുട്ടി, എങ്ങനെയുണ്ട് ഞാൻ വരച്ച? അയ്യേ, ഒരു വൃത്തിയായിട്ട ശബ്ദം. നിനക്ക് നിക്കലിന്റെ അസുഖമുണ്ടോ? എടാ, കാലത്ത് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്ത് വെച്ച് ഞെക്കുന്ന പോലെ പെയിന്റിന്റെ ട്യൂബ് എടുത്ത് വെച്ച് ഞെക്കി കൊത്തമ്മേശയുടെ കത്തിയിൽ തേച്ച് അമുക്കി അമുക്കി പിടിപ്പിച്ചിട്ട് ഡിക്ഷണറി നോക്കി വായിക്കൊള്ളാത്തൊരു പേരിടും, ഡിംഗോളിഫിക്കേഷൻ സിംഗ്രണി. ഇതിന്റെ താഴെ ഒന്നും എഴുതി വെക്കണ്ട, ഇത് കണ്ടറിയാൻ ചെമ്പരത്തിപ്പൂവാണെന്ന്. ഇന്ന് വരെ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടില്ല സായിപ്പ് മദാമ്മ വരെ പറയും, ഓ ചെമ്പരത്തിപ്പൂ, ഓ ചെമ്പരത്തിപ്പൂ. ഓ ചെമ്പരത്തിപ്പൂവല്ല, ഒരേ ചെമ്പരത്തിപ്പൂ. വർഷങ്ങൾ എത്രയായി നീ ഇതേ ചെമ്പരത്തിപ്പൂവിൽ തൂങ്ങിക്കിടക്കുന്നു. അതേസമയം ഞാനോ അങ്ങ് വളർന്നു വലുതായി ആകാശം മുട്ടി. നിന്റെ ഒരു കാര്യം, ഊശാൻ താടി, നാടന്ന ജുബയും കൂറ സഞ്ചിയും അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. അസൽ പിച്ചക്കാരന്റെ ലുക്കുണ്ട്. എന്റെ സ്മൈലിയാണ്, എനിക്ക് പോണം, തീവണ്ടിക്ക് സമയമായി. എടാ ഉസലം പറ്റി കുറച്ചും കൂടി ഇരിയട കുട്ടി, ഇത് പെയിന്റ് അടിച്ച് ഇപ്പ വരാം. എടാ പെയിന്ററെ, കുറച്ച് പെയിന്റ് എടുത്തുകൊണ്ട് വാ. ആരാടാ നിന്റെ പെയിന്റർ? പാരട്ടാക്രി. എന്താ സ്മൈലി ഈ ചുള്ളിക്കമ്പമായിട്ട്? ചുള്ളിക്കൊമ്പോ? ഇതാണ് സോൾ ഓഫ് കേരള. ഇത് കാപ്പിയുടെ വേറല്ലേ? അതെ, കാപ്പി കേരളത്തിന്റെ സോളല്ലേ കൂട്ടാ. ഇത് സോൾ ഓഫ് കേരള. സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. ഇത് പെയിന്റിൽ മുക്കിയെടുത്ത സായിപ്പന്മാരും മദാമ്മമാരും ഇത് വാങ്ങിയിട്ട് അമേരിക്കയിലും ലണ്ടനിലും ആഫ്രിക്കയിലുള്ള അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വെക്കും. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? അല്ല, നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചോ? വേണു, നീ ഒരു കലാകാരനാ, വലിച്ചെറിയൂ നിന്റെ ജോലി. കലാകാരന്മാർ കൂലിപ്പണിക്കാരാവരുത്. കാടൻ മുതലാളിമാർക്ക് അവന്റെ വില അറിയില്ല. അവന്റെ ലോകം അവൻ കണ്ടെത്തണം. അവിടെ സസ്പെൻഷൻ ഇല്ല, ഡിസ്മിസൽ ഇല്ല. സ്വന്തമായിട്ട് വേരുകളില്ലാത്ത ഇവൻ എന്തും പറയും. എന്റെ പൊന്നുകുട്ട, ജോലി കളയരുത്. ആരുടെ കാല് പിടിച്ചെങ്കിലും നീ തിരിച്ചു കയറണം. ഞാൻ സരോയെ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മോനെ, നിനക്ക് അതിനുള്ള മനസ്സുണ്ടാവുന്ന കരുതിയ ഞാനിത് പറഞ്ഞത്. നമ്മുടെ കുട്ടിയല്ല അവള്, നിന്റെ മുറപ്പെണ്ണല്ലേ. 5 കൊല്ലമെങ്കിൽ 5 കൊല്ലം അവള് സന്തോഷമായിട്ടിരിക്കണം. അത് കണ്ട് ചേട്ടനും ചേച്ചിക്കും അല്പം സമാധാനം കിട്ടണം. നമ്മുടെ കടമയാണെന്ന് എനിക്ക് തോന്നി. അമ്മേ, ഈ കടമ കടപ്പാടെന്നൊക്കെ പറയുന്നത് അവനവന്റെ ദേഹത്ത് തട്ടാതെ വല്ലവന്റെയും തലയ്ക്ക് വെച്ച് ഒഴിയാനുള്ള വാക്കുകളാ. മോനെ, അറിഞ്ഞുകൊണ്ട് ആരും ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, നോ, ഐ കനോട്ട് സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ഇഡിയോട്ടിക് സെന്റിമെന്റ്സ്. കടമയുടെയും കടപ്പാടിന്റെയും പേര് പറഞ്ഞ് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ എന്നെ കിട്ടില്ല. സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, ഓ, എന്തിനാ? അച്ഛനെ കാണാനാന്നോ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ വന്നിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ. വയലിൻ വയലിൻ. അത്രേ ഉള്ള? അകത്തോട്ട് വരാ, അകത്തോട്ട് വരട്ടെ എന്ന്. സൂക്ഷിച്ചു വരണം. വാച്ചറേ, വാതിലുറക്ക്. വാച്ചറ തുറക്ക് ജി. ഞാൻ വാച്ചറല്ല. അല്ലേലും തുറക്കാമല്ല. തുറക്കുകയാണ്.
പൊക്കോ. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വാച്ചറെ? ഞാൻ വാച്ചറല്ലെന്ന് പറഞ്ഞു. ആ കള്ളന്മാരുടെ ശല്യം അല്ലേ വാച്ചറെ? ഉം. കാലത്ത് ചെടി നിരീക്ഷണമായിരിക്കും. മോൾക്ക് എല്ലാ ചെടികളോടും വലിയ സ്നേഹമാണല്ലേ? ഏത് സൈസ് ചെടികളോടാണ് കൂടുതൽ സ്നേഹം? ഓ, എല്ലാ സൈസ് ചെടികളെ പറ്റി അറിയാം. അറിയാമോന്നോ? എന്നാലേ ഇതേത് വെറൈറ്റിയാ? ഇതോ, ഇത് സരോഷ്യ ഫാമിലി. സരോക്ഷയോ? ഇതൊരു പ്രത്യേകതരം വെറൈറ്റിയാണ്. ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വെറൈറ്റി സരോഷ്യ. സരോജ് വില്ലയിലെ മോൾഡ് ഷ്യ എന്ന് പറഞ്ഞ കൃഷ്യ സരോഷ്യ. എന്റെ മോളെ, ഈ ചെടിയും പൂവൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടാ കൊള്ളാം. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ആളുകൾ പറയും കാട് പിടിച്ച് കിടക്കുന്നു. അയ്യോ, ബെസ്റ്റ് ചിരി. സത്യം പറഞ്ഞാൽ പൂക്കളേക്കാൾ ഭംഗിയാ മോളുടെ ചിരിക്ക്. ഓ, നല്ല ഉടുപ്പും. ഈ ഇത്ര ഉടുപ്പുകളാണ് നമുക്ക് ഇഷ്ടം. ആ. ഇതിനെന്ത് വില വരും? ഒരു 499 രൂപ 95 പൈസ 2 പൈസ എക്സ്ട്രാ. അയ്യോ, കുറഞ്ഞ വിലക്ക് ഇതുപോലെ 2 എണ്ണം വാങ്ങിക്കണം. സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. എന്തിനാ ഇട്ടോണ്ട് നടക്കാനാ? അയ്യേ, എനിക്കല്ല. എന്റെ വീട്ടിൽ ഇതേ സൈസിൽ 2 എണ്ണം ഉണ്ട്. മീനാക്ഷി, ശ്രീകുമാരി കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുന്നു വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ പോലെ കാശുള്ളവരുടെ ദേഹത്ത് ഇതൊക്കെ കിടന്നാൽ കാണാൻ കൊള്ളാം. സസ്പെൻഷൻ നടക്കുന്ന ഈ വയലിൻ വേണുഗോപാലിന്റെ പെങ്ങന്മാരുടെ ദേഹത്ത് കിടന്നാൽ ചേരൂല. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അകത്തെടുത്തോ ഡാഡി. നടപടി ഉടനെ ഉണ്ടാവും. ആ. വയലിൻ നന്നാക്കിയോ? പിന്നെ അതല്ലേ കാലത്തെ വന്ന്. ഇന്നലെ തന്നെ ഉണ്ണിയുടെ കൊടുത്തയച്ച് നന്നാക്കിച്ചു. അവൻ തന്നെ കാശും കൊടുത്തു, കമ്പിയും മാറ്റിയിട്ടു. എന്റെ എവിടുന്ന കാശ്? എങ്കിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒന്ന് വായിച്ചൂടെ? പിന്നെന്താ, ലളിത വേണോ ശാസ്ത്രി വേണോ? ഏ? അല്ല, ലളിതമായിട്ട് പിടിക്കണോ ശാസ്ത്രീയമായിട്ട് പിടിക്കണോ? ലളിത ശാസ്ത്രിയൊന്നും വേണ്ട. ആ. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാ എനിക്കിഷ്ടം. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് മോക്ക് ഇഷ്ടം. പൂക്കൾ ഉണരണം അല്ലേ? ഉണരണം. ഉണരൂ, ഉണർന്നു പോകും. ഈ ഒറ്റ ആലോചനയുടെ കാര്യം പറയാൻ എത്രാമത്തെ തവണ ഞാൻ വരണേ? എന്റെ അമ്മേ, ഓരോ തവണ വരുമ്പോഴും പോകുമ്പോഴും രൂപ എത്ര ചെലവാണെന്ന് അറിയോ? എനിക്കറിയാം, തരുന്നത് ഞാനാണല്ലോ. ചിറ്റപ്പം വരുമ്പോ കല്യാണമേ അല്ല എന്റെ പ്രശ്നം. ചിറ്റപ്പം വന്നതിന്റെയും പോകുന്നതിന്റെയും ടീയും ഡിയും എവിടുന്ന് കടം വാങ്ങിക്കും എന്നുള്ള. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ആലോചനയ്ക്ക് ഒരു വിലയില്ല അല്ലേ? എന്റെ ചിറ്റപ്പ നമ്മുടെ കൊക്കിന് ഒതുങ്ങാത്ത ആലോചനയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? എന്താ കൊക്കിൽ ഒതുങ്ങാത്തത്? അവനവന്റെ പെങ്ങന്മാരാണെന്നും കെട്ടിച്ചു വിടാൻ പ്രായമായി എന്നുള്ള വിചാരം നിനക്ക് വേണേ? എനിക്കൊട്ടും വിചാരമില്ല, അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ ആ വിചാരം. അതേടാ, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ള വിചാരം. അല്ലെങ്കിൽ ഉള്ള ജോലിയും കളഞ്ഞ് സമയാസമയം കയ്യും കഴുകുന്ന ഈ പാത്രത്തിന്റെ മുമ്പ് ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. ദേവകി, നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടല്ലേ അമ്മേ ഞാൻ ഈ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? ഈ മിച്ചത്തിന് അമ്മ കണക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണു, കഴിക്കുന്ന പാത്രത്തിൽ കണ്ണീര് വീഴാൻ പാടില്ല മോനെ. നിന്റെ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ? കണ്ണീരൊന്നുമല്ല മുത്തശ്ശി. അമ്മയുടെ വിഷമം, പെങ്ങന്മാരുടെ വിഷമം, മുത്തശ്ശിയുടെ വിഷമം എല്ലാം എനിക്കറിയാം. ചെയ്യാന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി കെട്ടിച്ചു വിടണമെന്ന ആഗ്രഹം. ലോട്ടറി അടിക്കണം, അല്ലാതെ വഴിയൊന്നുമില്ല. Mr. Mathu, Yeah. can you get me change for 500 rupees? No, sir. Okay, no problem. Then please give me 100 rupees. Thank you. Nah, 100 ഒപ്പിച്ച് മതിയോളിയാ? മതിയോന്ന് ചോദിക്കേണ്ട ചിറ്റപ്പനോടല്ലേ. വീട് കലക്കിയിട്ട് പോകാനുള്ള ടീയും ഡിയുമാണ്. ആലോചന കൊള്ളാവോ? കൊള്ളാം. വേറെ വല്ലവർക്കും ആണെങ്കിൽ നമ്മൾ എവിടുന്നാളെ ഈ സ്വർണവും വെള്ളിയെ കൊടുക്കുന്നത്? നീ മിസ്റ്റർ KMK മേനോനെ പോയി കണ്ടോ? കാണാനാ ദിവസം ഞാൻ പോകുന്നത്. ദർശനം തന്നിട്ട് വേണ്ടേ? അവിടെ ചെല്ലുമ്പോഴേ ആ പെങ്കൊച്ചു പറയും പൂക്കൾ ഇരിക്കണ കാണണം, നടക്കാൻ പോവാന്നൊക്കെ. പിണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂടെ പോവും. വയറ് കത്തി നിൽക്കുമ്പോഴാ കീർത്തനം വായിക്കാൻ പറയുന്നത്. വായിക്കും. കേട്ടുമടുക്കുമ്പോ കൊച്ചമ്മ കൊട്ടാരത്തിലേക്ക് മടങ്ങും. ആസ്ഥാന വിദ്വാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് വെയില് മൂക്കുമ്പോ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. നാളെ ഏതായാലും അളിയ ഞാൻ ഇടിച്ചു കയറി അങ്ങേരെ കണ്ടിരിക്കും. നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് തരോ? എന്തിന്? പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാലോ?